ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നു. പട്ടിക പുറത്തു വന്നപ്പോൾ കുറച്ചു പേരെങ്കിലും കൗതുകത്തോടെ കാത്തിരുന്നൊരു പേരാണ് പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലിനെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യത ബി.ജെ.പി ഫോൾഡറുകളിലും പല സ്ഥലങ്ങളിലും കറങ്ങിയായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ നടന്നില്ല. പക്ഷെ പത്മജ വേണുഗോപാലിന് അതിനകത്ത് പരാതിയില്ലാന്ന് തോന്നുന്നു. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്ന ആ സെക്കൻഡിൽ തന്നെ, അല്ലെ ഈ ഭാരവാഹി പട്ടിക വന്ന ആ സെക്കൻഡിൽ തന്നെ അവരെ ഫേസ്ബുക്കിലൊക്കെ അവരത് പോസ്റ്റ് ചെയ്യുകയും വളരെ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും മാത്രമല്ല, അതിനകത്ത് മറ്റൊരു ഹിഡൻ കാര്യം കൂടെ നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവർ ഡൽഹിയിൽ പോവുകയും അമിത്ഷായൊക്കെ കാണുകയൊക്കെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ഡൽഹിയിലേക്കൊരു പറിച്ചു നടലോ ഒരു ഗവർണറാകലോ, അല്ലെങ്കിൽ ഡൽഹി ഗവർണറാകുമെന്നൊക്കെയാണ് വാർത്ത വന്നത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റമുണ്ടാകും. എന്തായാലും ഡൽഹി രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അവിടെ നാഷണൽ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി ഇപ്പോൾ നാട്ടിലെത്തിയാലുടൻ, വിദേശത്താണ്, എത്തിയാലുടൻ നാഷണൽ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുമെന്ന് അറിയുന്നു. ഇനി കേരളത്തിൽ നിന്ന് പുതിയ മന്ത്രിമാരുണ്ടാകുമോ? അതും ഒരു സംശയമുണ്ട്. ശശി തരൂർ മന്ത്രിയാകുമോ? ഇനി പത്മജ വേണുഗോപാലിനെ പിടിച്ച് മന്ത്രിയാക്കുമോ? എന്തോ ഒരു മണം ഉണ്ട്, ഒരു സ്മെല്ല് നടക്കുന്നു ബി.ജെ.പി ഹോൾഡറുകളിൽ. അപ്പോൾ എന്തായാലും പത്മജ വേണുഗോപാലിനെ ഇനി, പിന്നെ അത് കഴിഞ്ഞ് ഗവർണർമാരുടെ പോസ്റ്റിംഗും ഒക്കെ വരും. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന അടുത്ത ഒരാഴ്ച കൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അതുപോലെ തന്നെ ഈ പട്ടിക പുറത്തു വിട്ടുകൊണ്ട്, ഈ ഭാരവാഹി പട്ടിക പുറത്തു വിട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഇത്ര പേരുടെയൊക്കെ അംഗീകരിച്ചിരിക്കുന്നു, എന്നാൽ ഇനിയും ഭാരവാഹികൾ ഉണ്ടാകും, ബാക്കിയുള്ളവരുടെ പേരുകൾ അനൗൺസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മുരളീധരൻ പക്ഷത്തെ കളഞ്ഞു, മറ്റേ പക്ഷത്തെ എടുത്തു, കൃഷ്ണദാസ് പക്ഷമാണ് കൂടുതൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ പക്ഷമെന്ന് പറയാത്തത് ഭാഗ്യമായിപ്പോയി. അത് കൃഷ്ണദാസ് പക്ഷമെന്നല്ലേ പറയുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴും പത്മജ വേണുഗോപാലിൻ്റെ ഒരു പൊസിഷനിങ് എവിടെയാണെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ട്. കാരണം അവർ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതാണ്. ശ്രീലേഖ IPSനെ വൈസ് പ്രസിഡന്റ് ആക്കി, അതൊരു പ്രൊഫഷണൽ രംഗത്ത് നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിലും ആദ്യത്തെ വനിതാ IPS കാരി എന്നുള്ള നിലയിൽ ഒരു കൗതുകമുണ്ട്. അവരെ പാർട്ടിയിലേക്ക് വന്നു എടുത്തു. അതുപോലെ തന്നെ പ്രൊഫഷണലുകളായിട്ടുള്ള ഡോക്ടർ K.S. രാധാകൃഷ്ണൻ പഴയ PSC ചെയർമാനാണ്, ദീർഘകാലം കോൺഗ്രസിലുണ്ടായിരുന്നു, തൃപ്പൂണിത്തുറയൊക്കെ മത്സരിച്ച ആളാണ്. K.S. രാധാകൃഷ്ണൻ കൃത്യമായി പിന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നു. പിന്നെ ഡോക്ടർ അബ്ദുൽ സലാം വന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ. അങ്ങനെ ഒരുപാട് പ്രൊഫഷണലുകളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബി.ജെ.പി. അക്കൂട്ടത്തിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നു. ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിലൊക്കെ അപ്പുറമായി പത്മജ വേണുഗോപാലിനെ ഏത് സീറ്റാണ് കാത്തിരിക്കുന്നത്? എന്തായാലും അവർക്കൊരു അക്കോമഡേഷൻ ഉണ്ടാവും. കാരണം അവർ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ലീഡറുടെ മകളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പൊസിഷനിങ് ഉണ്ടാകും. അതെന്തെന്നറിയാനൊരു കൗതുകമുണ്ട്. പത്മജ വേണുഗോപാൽ എവിടെയാണ് ബി.ജെ.പി പത്മജ വേണുഗോപാലിനെ പൊസിഷൻ ചെയ്യുക? അത് കേന്ദ്രത്തിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോസ്റ്റിങ്ങിലാണോ, അതോ ഇനി അടുത്ത വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ടാണോ, രാജ്യസഭയിലേക്കാണോ, എവിടേക്കാണ് അവരുടെ സേവനം ബി.ജെ.പി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വളരെ കൗതുകമുള്ള മറ്റൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും എന്തായാലും ഭാരവാഹി പട്ടിക വന്നപ്പോൾ കേരളത്തിൻ്റെ ഭാരവാഹി പട്ടികയിൽ 4 ജനറൽ സെക്രട്ടറിമാരെ എടുത്തതിൽ എന്തായാലും പിന്നെ പത്മജ വേണുഗോപാലില്ല, 10 വൈസ് പ്രസിഡന്റുമാരെടുത്തതിലുമില്ല, സെക്രട്ടറിമാരെടുത്തതിലുമില്ല. അപ്പോൾ അവരെ കാത്തുവച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടിയിരിക്കുന്നത് മറ്റൊരു പൊസിഷനാകാം. നമുക്ക് കാത്തിരുന്ന് കാണാം.